നമസ്കാരം. കേരളത്തിന്റെ മണ്ണിൽ അടുത്ത കാലത്തായി പെരുകി വരുന്ന ലഹരി വേട്ടകളും മയക്കുമരുന്ന് മാഫിയകളുടെ സജീവ സാന്നിധ്യവും നാടിന്റെ സാമൂഹിക മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. തികച്ചും സമാധാനാന്തരീക്ഷം നിലനിൽക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വിശേഷിച്ചും ഓണക്കാലം ലക്ഷ്യമിട്ട് കോടികൾ വിലമതിക്കുന്ന മാരക ലഹരി വസ്തുക്കൾ വൻതോതിൽ ഒഴുകിയെത്തുന്നത് അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒരു സാമൂഹിക വിപത്ത് തന്നെയാണ്. പാലക്കാട് നോർത്ത് പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ കാഞ്ഞിരപ്പള്ളി സ്വദേശി മുഹമ്മദ് നിസിൻ, വേങ്ങര സ്വദേശി അസറുദ്ദീൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മംഗലാപുരം സ്വദേശി ബി ഫാത്തിമ എന്നിവരടങ്ങുന്ന സംഘം പിടിയിലായതും അവരിൽ നിന്നും ഏകദേശം 1 കോടി രൂപ വിലമതിക്കുന്ന MDMA, കൊക്കെയിൻ, ഹൈബ്രിഡ് കഞ്ചാവ്, LCD സ്റ്റാമ്പ് തുടങ്ങിയ മാരക ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തതും ഈ ഒരു ഭീകര ശൃംഖലയുടെ ആഴം വ്യക്തമാക്കുകയാണ്. ആഡംബര കാറുകളിൽ അതിവേഗത്തിൽ ബംഗളൂരു പോലുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ലഹരി കടത്തുന്നത് സ്ഥിരം സംവിധാനങ്ങളുടെ ഭാഗമായി മാറിയിരിക്കുകയാണ്. എന്നാൽ കേവലം സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ടിട്ടുള്ള കച്ചവടങ്ങൾക്കപ്പുറം കേരളത്തിന്റെ യുവതലമുറയെ ലക്ഷ്യമിട്ടും നാടിന്റെ സാമൂഹിക സമാധാനം തകർക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ള കൃത്യമായ ഗൂഢാലോചനകളും അജണ്ടകളും ഇതിനു മുന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന സംശയം ഇന്ന് സമൂഹത്തിൽ ശക്തമായി നിലനിൽക്കുകയാണ്. കേരളത്തിന്റെ യുവജനങ്ങളെയും വിദ്യാർത്ഥി സമൂഹത്തെയും ലക്ഷ്യമിട്ട് സംസ്ഥാനത്തേക്ക് നടത്തുന്ന വൻതോതിലുള്ള ലഹരിവേട്ടകൾ കേവലം ഏതാനും പേരുടെ സാമ്പത്തിക ലാഭത്തിനായുള്ള ലളിതമായ കച്ചവട താൽപ്പര്യങ്ങൾക്കപ്പുറം വലിയൊരു സാമൂഹിക പ്രത്യാഘാതത്തിന് വഴിയൊരുക്കുന്ന ഗൂഢാലോചനയാണെന്ന സംശയം ഇന്ന് സമൂഹത്തിൽ അതിശക്തമായി നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിലെ സമാധാനാന്തരീക്ഷം ബോധപൂർവം തകർക്കാൻ യുവതലമുറയുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ആസൂത്രിതമായി തകർത്തെറിഞ്ഞ് ചില പ്രത്യേക രാഷ്ട്രീയ സാമൂഹിക അജണ്ടകൾ നടപ്പിലാക്കാനും ചില ബാഹ്യശക്തികൾ ലഹരി മാഫിയകളെ കൃത്യമായ ഉപകരണമാക്കുന്നുണ്ടോ എന്ന ആശങ്കയിലാണ് ഇതിലൂടെ ഉയരുന്നത്. ലഹരിയുടെ ലഭ്യത കൃത്യമായി വിപണിയിൽ വർദ്ധിപ്പിച്ച് യുവാക്കളെ വഴിതെറ്റിക്കുന്നത് നാടിന്റെ ഭാവി തന്നെ അപകടത്തിലാക്കുന്ന വിനാശകരമായ നീക്കമാണ്. ഇത്തരം സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ സൂത്രധാരന്മാരെയും ശക്തികളെയും കണ്ടെത്തേണ്ടത് കേരളത്തിന്റെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമാണ്. ഒരു സമൂഹത്തിന്റെ വളർച്ചയെയും സർഗാത്മികതയും പിന്നോട്ടടിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഇത്തരം മാഫിയ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ ജനകീയ പ്രതിരോധവും ഭരണകൂടത്തിന്റെ ജാഗ്രതയും ഉണ്ടായേ തീരൂ. ലഹരിയുടെ സ്വാധീനത്തിൽ വളരുന്ന ഒരു തലമുറയ്ക്ക് ഒരിക്കലും ഒരു രാജ്യത്തെയോ സമൂഹത്തെയോ മുന്നോട്ട് നയിക്കാനാകില്ലെന്ന തിരിച്ചറിവാണ് ഇത്തരം വിപത്തുകളെ പ്രതിരോധിക്കാൻ നമ്മെ പ്രാപ്തരാക്കേണ്ടത്. അതിനാൽ ലഹരി വ്യാപാരത്തെ വെറും ഒരു ക്രമസമാധാന പ്രശ്നമായി കാണാതെ നാടിന്റെ സുരക്ഷയും പരമാധികാരത്തെയും ബാധിക്കുന്ന ഒരു ഗൗരവമേറിയ സാമൂഹിക വിപത്തായി കണ്ടുവേണം ഇതിനെതിരെ നടപടികൾ സ്വീകരിക്കാൻ. കേരളത്തിൽ അടുത്ത കാലത്തായി സാമൂഹിക തലത്തിലും രാഷ്ട്രീയ ചർച്ചകളിലും വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഈ ഒരു ലവ് ജിഹാദ് പോലുള്ള ഗുരുതരമായ വിഷയങ്ങളുമായി ലഹരി മാഫിയകളുടെ പ്രവർത്തനങ്ങൾക്ക് ബന്ധമുണ്ട് എന്നുള്ള സംശയങ്ങളും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. നമ്മുടെ പെൺകുട്ടികളെയും യുവാക്കളെയും ബോധപൂർവം ലഹരിക്ക് അടിമകളാക്കി വഴിതെറ്റിച്ച ശേഷം അവരുടെ മേൽ കൃത്രിമമായ സ്വാധീനം ചെലുത്തി ചൂഷണം ചെയ്യുന്ന രീതികൾക്ക് പിന്നിൽ കൃത്യമായ ആസൂത്രിത അജണ്ടകൾ ഉണ്ട് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഇതര സമുദായങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ കൂടി പങ്കാളികളാക്കുന്നത് ഗൂഢമായ ലക്ഷ്യങ്ങളുടെ ആഴവും വ്യാപ്തിയുമാണ് വ്യക്തമാക്കുന്നത്. പ്രണയത്തിന്റെയും മറ്റ് വ്യാജ വാഗ്ദാനങ്ങളുടെയും മറവിൽ യുവജനങ്ങളെ വലയിലാക്കി ലഹരി കടത്താനും അതുവഴി സാമൂഹിക സ്പർദ്ധ വളർത്താനും ശ്രമിക്കുന്ന ഇത്തരം മാഫിയ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ ജാഗ്രതയും അന്വേഷണവും ഉണ്ടാകേണ്ടത് അടിയന്തര ആവശ്യം കൂടിയാണ്. യുവാക്കളെ വഴിതെറ്റിക്കുന്നതിലൂടെ ഒരു സമുദായത്തെയോ സമൂഹത്തെയോ അസ്ഥിരപ്പെടുത്താൻ സാധിക്കുന്ന കുടിലതന്ത്രമാണ് ഇത്തരം സംഘങ്ങൾ പയറ്റുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കണ്ണികളും പ്രാദേശിക ഇടനിലക്കാരും ഒത്തുചേർന്ന് നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ കേരളത്തിന്റെ മതേതര സാമൂഹിക ഘടനയ്ക്ക് വലിയൊരു ഭീഷണിയാണ് ഉയർത്തുന്നത്. അതിനാൽ ലഹരി കേസുകളിലെ പ്രതികളുടെ പശ്ചാത്തലവും അവരുടെ അന്തർസംസ്ഥാന ബന്ധങ്ങളും അന്വേഷിക്കുന്നതിനോടൊപ്പം ഇത്തരം ഗൂഢാലോചനകൾക്ക് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. ലഹരിക്കടത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന അന്തർസംസ്ഥാന ശൃംഖലകളെക്കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണം ഇപ്പോൾ കൂടുതൽ വ്യക്തതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കോടികൾ വിലമതിക്കുന്ന മയക്കുമരുന്ന് കേരളത്തിലേക്ക് എത്തിക്കുന്നതിന് പിന്നിലുള്ള കൂറ്റൻ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആഡംബര കാറുകളിൽ അതിവേഗത്തിൽ ലഹരി കടത്തുന്നത് ഇതിന്റെ സ്ഥിരം സംവിധാനങ്ങളുടെ ഭാഗമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വലിയ സാമ്പത്തിക ഇടപാടുകളാണ് ഇത്തരം മയക്കുമരുന്ന് കടത്തുകൾക്ക് പിന്നിൽ നടക്കുന്നത്. ഹവാല പണവും മറ്റ് കള്ളപ്പണ ഇടപാടുകളും ഉപയോഗിച്ചാണ് ഇത്തരം കോടികളുടെ ലഹരിമരുന്ന് ശേഖരങ്ങൾ ബംഗളൂരു പോലുള്ള വൻ നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിക്കുന്നത്. ഇത്തരം കുറ്റവാളി സംഘങ്ങൾക്ക് ലഭിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക പിന്തുണയും ഹവാല ഇടപാടുകളും സമഗ്രമായ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. സാമ്പത്തികമായി ശക്തരായ കുറ്റവാളികൾ പലപ്പോഴും നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കാറുണ്ട്. എന്നതിനാൽ ഇവരുടെ സ്വത്തുകൾ കണ്ടുകെട്ടുന്നത് ഉൾപ്പെടെയുള്ള കർശനമായ സാമ്പത്തിക ഉപരോധ നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്.
മാഫിയകളുടെ ഈ ഒരു സാമ്പത്തിക നട്ടെല്ല് ഒടിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഇത്തരം കുറ്റകൃത്യങ്ങളുടെ വ്യാപ്തി ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിലെ ക്യാമ്പസുകളെയും കോളേജ് പരിസരങ്ങളെയും സ്കൂൾ പരിസരങ്ങളെയും കേന്ദ്രീകരിച്ച് ലഹരിമരുന്ന് വ്യാപകമായി എത്തിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ നിഗൂഢ ലക്ഷ്യങ്ങളാണ് നിലനിൽക്കുന്നത്. വിദ്യാർത്ഥികളെ മാനസികമായും ശാരീരികമായും തളർത്തി അവരുടെ ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങളെയും ശോഭനമായ കരിയറിനെയും പൂർണ്ണമായി തകർക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. സമൂഹത്തിലെ സമാധാനം കെടുത്താനും നാടിന്റെ ഭാവിയെ നിർണ്ണയിക്കേണ്ട യുവശക്തിയെ നിർവീര്യമാക്കാനും ആസൂത്രിതമായി നടപ്പിലാക്കുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പും പ്രതിരോധവും തീർക്കേണ്ടത് സമൂഹത്തിന്റെ അടിയന്തര ആവശ്യം കൂടിയാണ്. ക്യാമ്പസുകളിലേക്ക് ലഹരി ഒഴുകുന്നതിനായി ഏജന്റായും വിതരണക്കാരായും ചില വ്യക്തികളെയും യുവാക്കളെയും തന്നെ മാഫിയ സംഘങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നത് തികച്ചും ആശങ്കാജനകമായ ഒരു കാര്യമാണ്. ലഹരിയുടെ ലോകത്ത് പെട്ടുപോകുന്ന കുട്ടികൾ പിന്നീട് വലിയ രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങൾക്കും ക്രിമിനൽ പശ്ചാത്തലത്തിനും അടിമകളായി മാറുന്നു. ഇത് അവരുടെ വ്യക്തിജീവിതം തകരുന്നതിനോടൊപ്പം കുടുംബങ്ങളെയും വലിയ ദുരന്തത്തിലേക്ക് തള്ളിവിടുന്നു. അതിനാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെയും ക്യാമ്പസുകളെ ലഹരി മുക്തമാക്കാനുള്ള കർശന നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ലഹരി കടത്തുകാരിൽ ദമ്പതികൾ പോലും ഉൾപ്പെടുന്നു എന്നത് സമൂഹത്തിൽ എത്രത്തോളം ആഴത്തിൽ ഈ ഒരു വിപത്ത് വേരോടിയിരിക്കുന്നു എന്നതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവാണ്. കുറ്റകൃത്യങ്ങളിലേക്ക് സ്വന്തം കുടുംബങ്ങളെയും കൂട്ടുപിടിക്കുന്നത് സമൂഹത്തിൻ്റെ അടിസ്ഥാന ധാർമ്മിക മൂല്യങ്ങളെയാണ് ഗുരുതരമായി ചോദ്യം ചെയ്യുന്നത്. ഇത്തരം മാഫിയകൾ കുടുംബ പശ്ചാത്തലം പോലും മറന്ന് പണത്തിന് വേണ്ടി മാത്രം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് നാടിൻ്റെ അടിത്തറയെ തന്നെ തകർക്കുന്നതിന് തുല്യമാണ്. പാലക്കാട് പിടിയിലായ സംഘത്തിൽ ഭാര്യയും ഭർത്താവും ഉൾപ്പെട്ടിരിക്കുന്നു എന്നത് ലഹരി മാഫിയകൾ കുടുംബ സംവിധാനങ്ങളെ ഏത് രീതിയിലാണ് ദുരുപയോഗം ചെയ്യുന്നത് എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ്. സുരക്ഷിതമെന്ന് തോന്നിക്കുന്ന യാത്രകൾക്കായി ദമ്പതികളെയും കുടുംബങ്ങളെയും മറയാക്കി ഉപയോഗിക്കുന്നത് വഴി പോലീസിൻ്റെയും എക്സൈസിൻ്റെയും കണ്ണു വെട്ടിക്കാനാണ് ഈ സംഘങ്ങൾ ശ്രമിക്കുന്നത്. എന്നാൽ ഇത്തരം പ്രവൃത്തികൾ കുടുംബ ബന്ധങ്ങളുടെ പവിത്രതയും സാമൂഹിക സുരക്ഷിതത്വവും തകർക്കുന്നതിനോടൊപ്പം തന്നെ വളർന്നു വരുന്ന കുട്ടികളുടെ മനസ്സിൽ മായ്ക്കാനാവാത്ത ദുരന്ത ചിത്രങ്ങൾ അവശേഷിപ്പിക്കുകയും ചെയ്യുന്നു. കുടുംബങ്ങൾ തന്നെ ലഹരിക്കടത്തിൽ പങ്കാളികളാകുമ്പോൾ അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം അതിഭീകരമാണ്. അതിനാൽ ഇത്തരം പ്രവണതകൾക്കെതിരെ സാമൂഹികമായ ജാഗ്രതയും കടുത്ത നിയമ നടപടികളും അനിവാര്യമാണ്. പാലക്കാട് നോർത്ത് പോലീസ് കാണിച്ച മാതൃകാപരമായ ജാഗ്രതയാണ് കോടികൾ വിലമതിക്കുന്ന ലഹരി വസ്തുക്കൾ കൃത്യസമയത്ത് പിടികൂടാൻ സഹായിച്ചത്. അതിവേഗത്തിൽ പാഞ്ഞ ഇന്നോവ കാറിനെ സാഹസികമായി പിന്തുടർന്ന് പിടികൂടിയത് പോലീസിന്റെ മികച്ച കർമ്മശേഷിയാണ് വ്യക്തമാക്കുന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഈ ഒരു പരിശോധന കേരള പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ കാര്യക്ഷമതയാണ് എടുത്തു കാണിക്കുന്നത്. ഇത്തരം സംഭവങ്ങളിൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നത് വഴി മറ്റ് മാഫിയകൾക്ക് കർശനമായ മുന്നറിയിപ്പാണ് പോലീസും അധികൃതരും നൽകുന്നത്. കേരളത്തിലേക്ക് അതിർത്തി കടന്നെത്തുന്ന ഓരോ ലഹരി വസ്തുക്കളും പിടികൂടാൻ നമ്മുടെ സുരക്ഷാ സേനകൾ രാപ്പകലില്ലാതെ നടത്തുന്ന പരിശ്രമങ്ങൾ അഭിനന്ദാർഹമാണ്. എങ്കിലും അന്തർസംസ്ഥാന ലഹരി മാഫിയകളുടെ അതിവേഗം മാറുന്ന തന്ത്രങ്ങളെ നേരിടാൻ പോലീസിനും എക്സൈസ് വകുപ്പിനും കൂടുതൽ ആധുനിക സാങ്കേതിക വിദ്യകളും ഇന്റലിജൻസ് പിന്തുണയും ആവശ്യമുണ്ട്. രാത്രികാല പരിശോധനകൾ കർശനമാക്കുന്നതിലൂടെയും അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്തുന്നതിലൂടെയും ഇത്തരം കടത്തുകൾ ഒരു പരിധിവരെ തടയാൻ സാധിക്കും. പോലീസിന്റെ ഈ ഒരു ജാഗ്രത സംസ്ഥാനത്ത് മറ്റ് ലഹരി റാക്കറ്റുകൾക്ക് വലിയൊരു ഭയവും പ്രകമ്പനവുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആഘോഷവേളകളിൽ ലഹരി വസ്തുക്കളുടെ ആവശ്യകതയും ഉപഭോഗവും വർദ്ധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ഇത്തരം മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. ഓണക്കാലത്തെ കച്ചവടം ലക്ഷ്യമിട്ട് അതിർത്തി കടന്നെത്തുന്ന മയക്കുമരുന്ന് സംഘങ്ങൾ സംസ്ഥാനത്തിന്റെ സമാധാനം തകർക്കാൻ ബോധപൂർവം ശ്രമിക്കുകയാണ്. ആഘോഷങ്ങളുടെ നിറവും പ്രൗഢിയും കടത്താൻ ശ്രമിക്കുന്ന ഇത്തരം മാഫിയ സംഘങ്ങളെ വേരോടെ പിഴുതെറിയാൻ പോലീസിന് ശക്തമായ ജനങ്ങളുടെ പിന്തുണയും ആവശ്യമാണ്. കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണം സന്തോഷത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രതീകമായിരിക്കുമ്പോൾ അതിലേക്ക് ലഹരിയുടെ വിഷം കടത്താൻ ശ്രമിക്കുന്ന സാമൂഹിക വിരുദ്ധരുടെ നീക്കം അതീവ ഗൗരവത്തോടെ കാണേണ്ടതാണ്. ആഘോഷങ്ങളുടെ മറവിൽ ഇത്തരം മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ യുവാക്കളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കാനാണ് സംഘങ്ങളുടെ ശ്രമം. ഇതിനായി പ്രത്യേക ഏജന്റുമാരെയും രഹസ്യ വഴികളെയും അവർ ഉപയോഗപ്പെടുത്തുന്നു. അതിനാൽ ഓണം പോലുള്ള ആഘോഷവേളകളിൽ പോലീസ് പരിശോധനകളും നിരീക്ഷണവും ഇരട്ടിയാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആഘോഷങ്ങളുടെ യഥാർത്ഥ സന്തോഷം ലഹരിയല്ല, മറിച്ച് ആരോഗ്യകരമായ കൂട്ടായ്മകളിലാണ് എന്ന സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ബംഗളൂരു പോലുള്ള പ്രധാന ഇതര സംസ്ഥാന നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്ന സംഘങ്ങൾക്ക് ശക്തരായ ഇടനിലക്കാരുടെ വലിയ പിന്തുണയുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന ഈ സംഘങ്ങൾ സുരക്ഷിതമെന്ന് കരുതുന്ന വഴികളിലൂടെയാണ് മയക്കുമരുന്ന് വളരെ രഹസ്യമായി കടത്തുന്നത്. ഇതിന് പിന്നിലെ അന്തർസംസ്ഥാന കണ്ണികളെയും സൂത്രധാരന്മാരെയും കണ്ടെത്താൻ എക്സൈസ് പോലീസ് വിഭാഗങ്ങൾ സംയുക്തമായി വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. ബംഗളൂരു, ഗോവ, മുംബൈ തുടങ്ങിയ വലിയ നഗരങ്ങളാണ് കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്ന പ്രധാന ഉറവിട കേന്ദ്രങ്ങളെന്ന് വിവിധ അന്വേഷണങ്ങളിൽ വ്യക്തമായിട്ടുണ്ട്. അവിടെയുള്ള വൻകിട ലഹരി മാഫിയകളുമായി കേരളത്തിലെ പ്രാദേശിക സംഘങ്ങൾക്ക് ശക്തമായ ബന്ധമുണ്ട്. ഈ ഒരു അന്തർസംസ്ഥാന ശൃംഖലയെ പൂർണ്ണമായി തകർത്തെറിയാൻ കേരള പോലീസിന് മാത്രം വിചാരിച്ചാൽ പോരാ.
മറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസ്, നാർക്കോട്ടിക് കൺട്രോൾ അഥവാ ബ്യൂറോ പോലുള്ള കേന്ദ്ര ഏജൻസികളുമായി ചേർന്ന് സംയുക്ത ഓപ്പറേഷനുകൾ നടത്തേണ്ടതുണ്ട്. ലഹരി വസ്തുക്കളുടെ ഉത്ഭവ കേന്ദ്രം മുതൽ അവ കേരളത്തിൽ വിതരണം ചെയ്യുന്ന അവസാന കണ്ണി വരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഈ ശൃംഖലയുടെ വേരറുക്കാൻ സാധിക്കൂ. ലഹരി മാഫിയകൾക്ക് പിന്നിലെ യഥാർത്ഥ മുഖങ്ങളും ശക്തികളും പുറത്തു കൊണ്ടുവരുന്നതിൽ മാധ്യമങ്ങളും പൊതുജനങ്ങളും ഒരുപോലെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം കേവലം ചടങ്ങുകളിൽ ഒതുക്കാതെ താഴെത്തട്ടിലേക്ക് ശക്തമായി എത്തിക്കണം. നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം സാമൂഹിക വിരുദ്ധ ശക്തികൾക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടാൻ സമൂഹം മുഴുവൻ തയ്യാറാകേണ്ടിയിരിക്കുന്നു. മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ പുറത്തുവിടുന്നതിലൂടെ സമൂഹത്തിൽ വലിയൊരു ജാഗ്രത ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അതിലുപരിയായി വീടുകളിലും സ്കൂളുകളിലും വായനശാലകളിലും സാംസ്കാരിക കൂട്ടായ്മകളിലും ലഹരിക്കെതിരെയുള്ള ചർച്ചകളും ബോധവൽക്കരണ ക്യാമ്പുകളും ക്ലാസുകളും നിരന്തരം നടക്കേണ്ടതുണ്ട്. കുട്ടികളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും തിരിച്ചറിയാൻ രക്ഷിതാക്കൾക്ക് കഴിയണം. സംശയകരമായ സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ വിവരം പോലീസിനെ അറിയിക്കാൻ പൊതുജനങ്ങൾ തയ്യാറാകണം. ജനങ്ങളുടെ പങ്കാളിത്തവും ജാഗ്രതയും ഇല്ലാതെ സർക്കാരിന് മാത്രം ലഹരി വിപത്തുകളെ പൂർണ്ണമായി തുടച്ചു നീക്കാൻ സാധിക്കില്ല. അതിനാൽ ഒരു ജനകീയ മുന്നേറ്റമായ ലഹരിക്കെതിരെയുള്ള പോരാട്ടം മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ലഹരി കടത്തുന്നവർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ഫലപ്രദമായി തടയിടാൻ സാധിക്കൂ. നിലവിലുള്ള നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുകയും കുറ്റവാളികൾക്ക് എളുപ്പത്തിൽ ജാമ്യം ലഭിക്കാത്ത സാഹചര്യം സർക്കാർ തലത്തിൽ സൃഷ്ടിക്കുകയും വേണം. കേരളത്തിന്റെ യുവതലമുറയെ സുരക്ഷിതമായി സംരക്ഷിക്കാനായി സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ജനകീയ കൂട്ടായ്മകളിലൂടെയും ശക്തമായ കർമ്മ പദ്ധതികൾ നടപ്പിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പിടിക്കപ്പെടുന്ന കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ ലഭിക്കാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എളുപ്പത്തിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ കഴിയുമ്പോഴോ അവർ വീണ്ടും അതേ കുറ്റകൃത്യങ്ങളിലേക്ക് തിരികെ പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതിനാൽ ഇത്തരം കേസുകളിൽ അതിവേഗ കോടതികളുടെ മാതൃകയിൽ വിചാരണ നടത്തി പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ നിയമ സംവിധാനങ്ങൾ തയ്യാറാകണം. ഒപ്പം ലഹരിക്ക് അടിമകളായ കുട്ടികളെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായി സർക്കാർ തലത്തിൽ കൂടുതൽ റീഹാബിലിറ്റേഷൻ സെന്ററുകളും കൗൺസിലിംഗ് കേന്ദ്രങ്ങളും ആരംഭിക്കേണ്ടതുണ്ട്. നാടിന്റെ ഭാവി തലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്നും സംരക്ഷിക്കാനായി നിയമത്തിന്റെ കൈകൾ കൂടുതൽ ശക്തമാവുകയും സമൂഹത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും കൂട്ടായ പരിശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യേണ്ടത് വരും തലമുറയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. പാലക്കാട് നടന്ന ഈ കോടികളുടെ ലഹരിവേട്ട കേരളം ഒരുപോലെ ഗൗരവത്തോടെയും ആശങ്കയോടെയും കാണേണ്ട ഒന്നാണ്. 1 കോടി രൂപയുടെ മാരക ലഹരി വസ്തുക്കളുമായി പിടിയിലായ സംഘം വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന സംശയം ഇതിനോടകം തന്നെ ജനങ്ങളിൽ വലിയ തോതിൽ ആശങ്ക പരത്തിയിട്ടുണ്ട്. ഓണക്കാലത്ത് ആഘോഷങ്ങളുടെ ശോഭ കെടുത്താനും നമ്മുടെ യുവജനങ്ങളെ വഴിതെറ്റിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഇത്തരം ലഹരി മാഫിയകളുടെ കുടില പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തവും വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. കുറ്റവാളികൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ മാത്രമേ സമൂഹത്തിൽ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. സർക്കാരും പോലീസും എക്സൈസും മാധ്യമങ്ങളും പൊതുജനങ്ങളും കൈകോർത്ത് ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഈ സാമൂഹിക വിപത്തിനെ നമ്മുടെ മണ്ണിൽ നിന്നും പൂർണ്ണമായും വേരോടെ പിഴുതെറിയാൻ കഴിയൂ. വരും തലമുറയെ ലഹരിയുടെ വിഷക്കൂനയിൽ നിന്നും സംരക്ഷിതമായി മാറ്റുക എന്നത് ഓരോരുത്തരുടെയും സാമൂഹിക ഉത്തരവാദിത്തമാണ്. ഈ ഒരു ലക്ഷ്യത്തിലേക്ക് ഒരുമയുടെ ചുവട് വെക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈ വാർത്തയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.